തമിഴ്നാട്ടിൽ വിജയ്, നടൻ വിജയ് എന്ന് ഇനി പറയാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രി വിജയ് ആയിരിക്കുകയാണ്. മുതൽവൻ വിജയ്. അതെ, മുതൽവൻ വിജയ് സത്യപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ആണ്ടവൻ സാക്ഷിയായി 5 ഡയലോഗുകളോടെ ആണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. ശരിക്കും വിജയുടെ ഫസ്റ്റ് ഷോ കാണുന്ന ഒരു പ്രതീതിയായിരുന്നു അവിടെ കണ്ടിരുന്നത്. ഞാൻ ഇത് ഒരുപാട് വിജയ് സിനിമകൾ കാണാൻ പോയിട്ടുണ്ട്. ഇപ്പോ മെർസലായാലും കത്തി, അതുപോലുള്ള എല്ലാ സിനിമകളും കാണാൻ പോകുമ്പോൾ ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ, ആ ഒരു ഗൂസ് ബംസ് ആണ് ആ ഒരു സത്യപ്രതിജ്ഞ പറഞ്ഞപ്പോൾ കിട്ടിയത്. അത് കഴിഞ്ഞുള്ള ഒരു പത്രസമ്മേളനം തുടങ്ങിയത് എന്നെഞ്ചിൽ കുടിയിരിക്കും എന്നുള്ള ഒരു വാക്കോടെ ആയപ്പോ ആ വേദി അങ്ങ് ഫയറായി നിന്ന് കത്തുകയായിരുന്നു. അത്രയ്ക്ക് ആവേശമാണ് തമിഴ്നാട്ടിലെ ഒരു വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് കയറിയപ്പോൾ. അത് മാത്രമല്ല, അലേർക്കർ ചൊല്ലിക്കെടുക്കുന്നതിന് മുമ്പേ ആ ഒരു സത്യപ്രതിജ്ഞ ഒരക്ഷരം പോലും തെറ്റാതെ, അതും നോക്കാതെ ജനങ്ങളിലേക്ക് തുറന്ന ഒരു മനസ്സുമായിട്ടാണ് ആ സത്യപ്രതിജ്ഞ ചെയ്തത്. ഞാൻ തപ്പ് പണ്ണമാട്ട, ഞാൻ തപ്പ് പണ്ണ വിടമാട്ട, അത് എന്റെ കൂടെ ഉള്ളവരെ ആയാലും തപ്പ് ചെയ്യാൻ വിടില്ല എന്നുള്ള ഒരു ശപഥം കൂടി ആ വിജയ് ആ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പറഞ്ഞു. ശബ്ദം മാത്രമല്ല, മറ്റുള്ളവർക്കൊരു വാണിംഗ് പോലെ തൻ്റെ കൂടെയുള്ള മന്ത്രിമാർക്ക് താൻ തപ്പ് ചെയ്യാൻ വിടത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു കാര്യം, പ്രകടന സമയത്തും ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, തനിക്കിനി ഇതിൽ നിന്ന് കാശ് ലാഭിക്കേണ്ട ആവശ്യമില്ല. അതെ, ഒരു സിനിമയിൽ നിന്ന് 250 കോടി രൂപ വാങ്ങുന്ന ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന്, ഈ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വാരിട്ട് വേണ്ടല്ലോ ജീവിക്കാൻ. അത് മാത്രമല്ല, അദ്ദേഹം പ്രചരണ സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. സ്ത്രീകൾക്ക് മുൻഗണന, ഈ ലഹരി വിരുദ്ധ ഒരു തമിഴ്നാടിന് വേണ്ടി പ്രയത്നിക്കും അല്ലെ, അതിനുവേണ്ടി എന്തോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ? അതെ, അതിൻ്റെതായി ഇപ്പം തുടക്കവും കുറിച്ചിരിക്കുകയാണ്. ഇപ്പം ലഹരിക്ക് എതിരെ, പിന്നെ സ്ത്രീകൾക്ക് തൻ്റെ ആദ്യത്തെ ഒപ്പിട്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. 10 ലക്ഷം കോടി ഇതുണ്ട്, കടമുണ്ട് തമിഴ്നാടിനെന്നാണ് പറയുന്നത്. അപ്പം അതേ ഒരു സമയവും കൂടെ ചോദിക്കണം. അതായത് തനിക്കറിയാം, തനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്ത് ചെയ്യണം, ഇനി തമിഴ്നാട് രക്ഷപ്പെടും, തമിഴ്നാട് ഇനി വലിയ നിലയിൽ എത്തിക്കും എന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടെന്ന്. നമ്മള് തമിഴിലെ ഒരു സർക്കാർ സിനിമ കണ്ടിരുന്നു. സർക്കാർ സിനിമ കണ്ടിലെ ഏറ്റവും ക്ലൈമാക്സിൽ ഞാൻ മുഖ്യമന്ത്രി ആവില്ല, പകരം മറ്റൊരു യോഗ്യനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പക്ഷെ തന്റെ നേതൃത്വത്തിൽ ഈ തമിഴ്നാട്ടിനെ നയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ആ ഒരു വിജയ് മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനം ഏറ്റത്. അത് മാത്രമല്ല, വിജയുടെ മന്ത്രിസഭയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി സെൽവി കീർത്തന, അതെ, ഏറ്റവും 29 വയസ്സുള്ള MSc ബിരുദധാരിയായ യുവതി, അവരാണ് ഈ മന്ത്രിസഭയിലെ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾ. മറ്റ് കോൺഗ്രസിന്റെ മന്ത്രിയെ കുറിച്ചുള്ള ഒരു അറിയിപ്പുകൾ വന്നിട്ടില്ല. അതൊരു വിശ്വാസ വോട്ടിന് ശേഷമേ ആ ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അല്ലെ. ഓരോ മന്ത്രിമാരും തെരഞ്ഞെടുക്കുന്നത് അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ് ഏറ്റവും പറയാൻ പറ്റുന്നത്. അതായത് ആ സിനിമയിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ക്ലിയർ സ്ക്രീനിങ്ങും പ്രൊഫൈലിങ്ങും കാര്യങ്ങളും എല്ലാം നടത്തിയതിനു ശേഷം ഈ ഓരോ വകുപ്പിനും അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഈ അതാത് വകുപ്പുകളിലേക്ക് നിർദ്ദേശിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി വിജയ് ആണ് തമിഴ്നാടിന്റെ, അപ്പം ഇത്ര നാള് തളപതി വിജയ് എന്ന് വിളിച്ചിരുന്നവർ ഇനി CM വിജയ് എന്ന് തന്നെ വിളിക്കണം. അതെ, അത് മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം ആ ഒരു വേദി പങ്കിടാനെത്തിയത് സാക്ഷാൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പിന്തുണ അർപ്പിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ വിജയ് ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമാ ലോകം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരുപാട് വർഷം കൂടെ ഉണ്ടായിരുന്ന സിനിമാ ലോകം ഏറെ ആഹ്ലാദത്തിലാണ്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറെ കാത്തിരുന്ന ജനനായകൻ സിനിമ, ആ ഒരു വിജയ് ചിത്രം, ആ ഒരു ജനനായകൻ സിനിമ തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ഓളം, ഒരു എഫക്റ്റ് എന്തായിരിക്കും അല്ലെ. CMO ആയി, ഇനി CMO ആണ്. അപ്പം ഇത്രയും നാള് തന്റെ സിനിമ ഇറക്കാതിരുന്നത് തന്നെ താൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ ഒരു സമയത്തായിരുന്നു. തനിക്കൊരു വെല്ലുവിളിയായിരുന്നു അത്. അപ്പൊ ഇനി CM ആയി, ഇനി തനിക്കൊരു തടസ്സവും ഇല്ല. ഇനി അത് ഇറങ്ങിക്കഴിയുമ്പോൾ 10 ഇരട്ടിയായിരിക്കും ഇത്രയും നാളുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിന്റെ ഒരു ടൈറ്റിൽ കാർഡ് മാറ്റിയിട്ടുണ്ട്. തളപതി വിജയ് എന്നുള്ളത് മാറ്റി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ശ്രീ ജോസഫ് വിജയ് എന്ന രീതിയിലുള്ള ടൈറ്റിൽ കാർഡ് ആക്കിയിട്ടുണ്ട് ആ ഒരു സിനിമയ്ക്ക് വേണ്ടി. അതേപോലെ താൻ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്തു, അന്നേരം എല്ലാവരെയും, ഒരാളെ പോലും വിടാതെ വേദിയിൽ ഇരുന്നവരെ മാത്രമല്ല, തൻ്റെ ഇത്രയും കഷ്ടപ്പാടിൽ കൂടെ നിന്നവരെല്ലാം അദ്ദേഹം മുന്നിൽ കണ്ട് അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. അതായത് തൻ്റെ ചെറിയ ആരാധകരെ പോലും അദ്ദേഹം വെറുതെയല്ല. ഇപ്പം തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും വലിയ കോളിളക്കമാണ്. വിജയ് അവിടെ
CM ആയിട്ട് എടുത്ത് പ്രതിജ്ഞ ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വരെ അതായത് മലപ്പുറത്ത് വയനാടോ എവിടെ ഒരു കൂറ്റൻ കട്ടൗട്ടാണ് TVക്ക് അല്ലെങ്കിൽ വിജയ്ക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത്. അത് തമിഴിലെ സൂപ്പർ ഹീറോ മാത്രമല്ല, കേരളത്തിലെ ദത്തുപുത്രൻ എന്ന് വേണമെങ്കിൽ വിജയെ പറയാം. ഇനിയിപ്പോ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാണെന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. വിജയ് കയറിയ ഉടനെ DMK ഒരു കൊട്ടും കൂടി കൊടുത്തിട്ടാണ് ആ ഒരു പ്രസംഗം തുടങ്ങിയത് തന്നെ. ആ പൊതുകടം ഇത്ര ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം എന്നുള്ളൊരു മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അദ്ദേഹം തന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തമിഴ്നാട് വേറൊരു ലെവലിലേക്ക് എത്താൻ പോവുകയാണെന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മുൻഗണന നൽകിയിട്ടുള്ള ഓരോ നിയമ കാര്യങ്ങളാണ്, വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. കോളേജ് വിദ്യാഭ്യാസം പരമാവധി സൗജന്യമാക്കും. അത് മാത്രമല്ല വിജയ് തന്നെ ഉൾപ്പെട്ട ഒരു അഗരം ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ആ ഒരു അഗരം ഫൗണ്ടേഷന് കൂടുതൽ കരുത്തേകും മുഖ്യമന്ത്രി വിജയ് എത്തുന്നതിലൂടെ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ അഗരം ഫൗണ്ടേഷൻ വഴി നടത്തിയിട്ടുണ്ട്. അതിൽ ആക്ടേഴ്സ് ഉൾപ്പെട്ട ഒരു ട്രസ്റ്റാണ് അഗരം ഫൗണ്ടേഷന്റെ ഒരു നെടുന്തൂൺ. ഇപ്പൊ ആ ഒരു ട്രസ്റ്റിലെ ഒരു അംഗം ഒരു മുഖ്യമന്ത്രി കൂടെ ആകുമ്പോൾ ഒരു എഫക്റ്റ് മറ്റൊരു തലത്തിലേക്ക് ഉയരും. ഇപ്പം TVക്കിലെ തരംഗം കേരളത്തിലും അടിക്കുമ്പോൾ കേരളത്തിലും അതിന്റെ പാർട്ടി ഇങ്ങോട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്. അതെ, തീർച്ചയായും. അതിന്റെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ അതിന്റെ ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ടുള്ളതാണ് മറ്റൊരു സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ന്യൂസ് നോക്കിയപ്പോൾ കണ്ടു, ഒരു ഭാര്യയും ഭർത്താവും വിജയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹവുമായി കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നടന്നു പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളൊരു ക്യാമ്പയിൻ. അതായത് അത്രയ്ക്ക് ഒബ്സസ്ഡ് ആണ് ഈ ഒരു വിജയ് എന്ന ഒരു മനുഷ്യനോട്. താരാരാധന ഒരുപാട് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും അതിനേക്കാൾ ഉപരി ഈ വിജയ് അല്ലെങ്കിൽ രജനികാന്ത് പോലുള്ള ഒരു താരങ്ങളെ കേരളവും തമിഴ്നാടും ഒരുപോലെ സ്വീകരിക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണമാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരു വർഷത്തിനുള്ളിൽ ആ ഒരു സർക്കാർ രൂപീകരിച്ച് ആ ഒരു സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ തമിഴ്നാട് പിടിക്കുകയും ഇപ്പതാ ഇന്ന് ചീഫ് മിനിസ്റ്ററായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ഇനി തമിഴ്നാട്ടിന്റെ ഓരോ വെച്ചടി ഒരു നേട്ടങ്ങളും ഈ വിജയയുടെ ചരിത്രം കുറിക്കപ്പെടും. ഇപ്പൊ പറഞ്ഞ പോലെ 2 വർഷം ആയതേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ ഇതാ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇനി നല്ല രീതിയിൽ തന്നെ ഭരണമാണെങ്കിൽ ചിലപ്പോ ഇനി ഒരു പാർട്ടി അവിടെ നോക്കണ്ട, ഇനി TVക്ക് തന്നെ എന്ന് തന്നെ പറയാം. അതെ, അപ്പൊ തമിഴ്നാട് TVക്ക് ഉറപ്പിച്ചു എന്നുള്ള ഒരു കൺഫർമേഷനും കൂടിയായിരുന്നു ഇന്നത്തെ സത്യപ്രതിജ്ഞ. പക്ഷെ അവിടെ വേദിയിൽ തൃഷ ഉണ്ടായിരുന്നു ഒരു പ്രധാന സാന്നിധ്യമായിട്ട്. പക്ഷെ അതേസമയം വിജയുടെ ഭാര്യ സംഗീതയും മകനും മകളും ഉണ്ടായിരുന്നില്ല. അത് അവർ തമ്മിലുള്ള ഒരു ഫാമിലി ഇഷ്യൂവിന്റെ ഒരു ഭാഗമായിട്ടാണ്. അത് എന്താ പറയാ, ഒരു കേസ് വന്നതോടെ വിജയ്ക്ക് ഒരു ഡാമേജ് ഇടിഞ്ഞിരുന്നു. പക്ഷെ എങ്കിൽ പോലും തന്റെ കുടുംബ പ്രശ്നം ഒരു രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കാതെ ഒരു വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് വിജയ് ഈ ഒരു തന്റെ പൊളിറ്റിക്കൽ കരിയർ ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതെ, ഫാമിലി ഇഷ്യൂ നല്ല രീതിയിൽ നല്ല കറക്റ്റ് സമയത്ത് തന്നെ ആയിരുന്നു, മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരേണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന് അടിയേറ്റ പോലെ ആയിരുന്നു ആ ഒരു സംഭവം തന്നെ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഒരു കോട്ടം തട്ടുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, അത് മാത്രമല്ല ഇപ്പൊ ഈ സ്വത്തുവകകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അറിയിക്കണമെന്നുള്ള ഒരു നിയമം ഇതുണ്ടല്ലോ, അതില് തിരിമറി കാണിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ DMK വരുത്തിയിരുന്നു. അത് മാത്രമല്ല ഇപ്പോ പ്രകാശ് രാജിന്റെ ഒരു പ്രസ്താവന നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒരു സിനിമയ്ക്ക് അധിഷ്ഠിതമായി പോവുകയാണ്, അതങ്ങനെയല്ല വേണ്ടത്, യഥാർത്ഥ രാഷ്ട്രീയ ബോധം ഇല്ലാത്ത ജനതയായിപ്പോയി തമിഴ്നാട് എന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടെ. ഒരുപക്ഷെ ഈ വിജയുടെ ഒരു മുന്നോട്ടുള്ള വിഷനിൽ ഭാവി തമിഴ്നാട് എങ്ങനെ ആകണം എന്നുള്ളൊരു ഫാക്ട് അല്ലെങ്കിൽ ആ ഒരു വിഷൻ ഉണ്ടായിരിക്കും. ആ ഒരു വിഷനിലൂടെ ആയിരിക്കും വരുന്ന ആളുകളിൽ തമിഴ്നാടിന്റെ ഒരു ഭരണം മുഖ്യമന്ത്രി വിജയ് കൊണ്ടുപോകുന്നത്. നമുക്ക് തമിഴ്നാടിനെ പറ്റി അറിയാം, കുറേ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഒരു ചെറിയ ദാരിദ്ര്യം നിറഞ്ഞൊരു സംസ്ഥാനം എന്ന് നമുക്ക് ചിലപ്പോൾ പറയാം. ഒരുപാട് പേര് അവിടെ കഷ്ടത. അപ്പോൾ ഇപ്പം ഈ വിജയ് മുഖ്യമന്ത്രി ആകുന്നതോടെ ആദ്യം മുന്നോട്ട് കൊണ്ടുവരുന്ന അതിലെ ആൾക്കാരെ പൊക്കിക്കൊണ്ടുവരാനായിരിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് TVയുടെ റിപ്പോർട്ടർ കണ്ടിരുന്നു, ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത
ഗ്രാമങ്ങൾ, കുഗ്രാമങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ കുഗ്രാമങ്ങളിൽ പോലും വൻ വികസനം എത്തിക്കാൻ വിജയ് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ വീട്ടമ്മമാർ കഴിയുന്നത്. അത് മാത്രമല്ല, അവിടെ ഈ മദ്യവും മയക്കുമരുന്നും ഒരുപാട് കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ട് വീട്ടമ്മമാരുടെ. ഇതിൽ നിന്നെല്ലാം മുക്തം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലും കൂടിയാണ് ആ ഒരു ടിവിക്ക് ആ ഒരു തമിഴ്നാട്ടിലെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ദുരഭിമാനക്കല ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി VCKയിലെ അധ്യക്ഷൻ സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം വെച്ചൊരു നിർദ്ദേശമുണ്ട്, ഈ ദുരഭിമാനക്കൊലയ്ക്കെതിരെയുള്ള ഒരു ബില്ല് പാസ്സാക്കണമെന്നുള്ളത്. അത് ഉടനെ വന്നാൽ, അത് കർശന നിയമമായാൽ, അത് നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി മാറും തമിഴ്നാട്. ദുരഭിമാനക്കൊലയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ജാതിയുടെ മതവും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ മുഖ്യമന്ത്രി TVK സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവരിൽ എത്രയോ പേരുണ്ട് എന്ന ഒരു ജാതിയിൽപ്പെട്ട MLA ഒരുപാട് പേരെയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം അതെ, അദ്ദേഹം ഈ ജാതിപരമായിട്ടല്ല ഓരോ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത്, അല്ലെ? അതായത് പല ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫൈൽ സ്ക്രീനിങ് നടത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഒരു പെരുമാറ്റം, ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രൊഫഷൻ, അതെല്ലാം മുൻനിർത്തിയാണ് ആ ഒരു ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. TVKയുടെ ഒരു പ്രചരണത്തിന് വിജയ് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് ഈ 239 സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ ഇത്ര എല്ലാ നിയമസഭ മണ്ഡലങ്ങളിലും ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത്, ഞാനാണ്, അല്ലെങ്കിൽ ആ ഒരു വിജയെ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്ര കൂറ്റം വിജയം ലഭിച്ചതെന്നുള്ളതാണ്, അല്ലെ?